നമസ്കാരം. നിയമത്തിന്റെ പേരിൽ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള പിണറായി സർക്കാരിന്റെ ശ്രമങ്ങൾ കേരളം ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വാതിലിന് മുന്നിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ സിബിഐയുടെ കുടക്കീഴിൽ കുടുക്കി രാഷ്ട്രീയമായി ദുർബലനാക്കാനുള്ള നീക്കം അതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമായിരുന്നു. അന്വേഷണ ഏജൻസികളെ ആയുധമാക്കി ഭരണകൂടം നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ ജനാധിപത്യത്തിന്റെ ആത്മാവിനെയാണ് നേരിട്ട് ആക്രമിക്കുന്നത്. ഭരണപരാജയങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും ഭരണകക്ഷിയുടെ അകത്തെ അസ്വസ്ഥതകളും മറയ്ക്കാൻ എതിരാളികളെ കേസുകളിൽ കൊടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ തന്ത്രമെന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ നീക്കം തിരിച്ചടിയായി മാറുകയാണ്. പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാമെന്ന CPM-ന്റെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയി. പകരം സർക്കാരിന്റെ അധികാര ദുരുപയോഗ സ്വഭാവം വീണ്ടും അത് വെളിച്ചത്താക്കി എന്ന് വേണം പറയാൻ. അധികാരത്തിന്റെ ലഹരിയിൽ നിയമത്തെ വളച്ചൊടിക്കുന്ന ഈ ഭരണശൈലി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കറുത്ത അധ്യായമായി രേഖപ്പെടുത്തുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ CBIയെ കൊണ്ട് കുടുക്കി രാഷ്ട്രീയമായി തളയ്ക്കാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കം പാളി. ഇത്തരം നീക്കങ്ങൾ CPM-നും പിണറായി സർക്കാരിനും തന്നെ തലവേദനയായി മാറുകയാണ്. പുനർജനി ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് സതീശനെതിരെ കേസെടുക്കാൻ മതിയായ തെളിവുകൾ ഇല്ല എന്ന് വിജിലൻസ് റിപ്പോർട്ട് തന്നെ വ്യക്തമാക്കിയതോടെ സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കൽ ആയുധം തുരുമ്പിച്ച അവസ്ഥയിലാണ്. ആന്റണി രാജു പ്രതിയായ ജെട്ടി കേസ് രാഷ്ട്രീയ ചർച്ചകളിൽ നിന്ന് മറയ്ക്കാനാണ് പെട്ടെന്ന് സതീശനെതിരായ നീക്കം സജീവമാക്കിയതെന്ന ആരോപണം ഇതോടെ ശക്തമായി കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനായിരുന്നു ഇതിനു പിന്നിൽ. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്ത് നിന്ന് സമാഹരിച്ച തുക സതീശന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്നും പകരം മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന NGO-യുടെ അക്കൗണ്ടിലേക്കാണ് പണം എത്തിയതെന്നും വിജിലൻസ് തന്നെ കണ്ടെത്തിയിരുന്നു. ഇതോടെ അഴിമതി നിരോധന നിയമപ്രകാരം സതീശനെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്ന് വിജിലൻസ് SP ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തു. വിദേശ ഫണ്ട് ഇടപാടായതിനാൽ കേന്ദ്രാനുമതി ഇല്ലാത്തത് ചൂണ്ടിക്കാട്ടി CBI അന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടർ ശുപാർശ നൽകിയിരുന്നെങ്കിലും 1 വർഷം മുൻപ് തന്നെ നിയമവകുപ്പ് ഇത് തള്ളുകയായിരുന്നു. വിജിലൻസ് കേസെടുക്കാത്ത സാഹചര്യത്തിൽ CBI അന്വേഷണം നിയമപരമായി നിലനിൽക്കില്ല എന്നതായിരുന്നു നിരീക്ഷണം. ഈ സാഹചര്യത്തിൽ കാര്യമില്ലാത്ത റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഇത്തരം ചർച്ചകൾ CPM-ന് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തൽ സജീവമാണ്. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ UDF-ന്റെ ആത്മവിശ്വാസം തകർക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ശ്രമം. ശബരിമല സ്വർണ്ണക്കൊള്ള ആരോപണത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിനെ തന്നെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന് പ്രതിരോധത്തിലാക്കാൻ ഇടതുപക്ഷം ഒരുങ്ങിയെങ്കിലും വിജിലൻസ് റിപ്പോർട്ടിലെ വൈരുദ്ധ്യം തിരിച്ചടിയായി. മണപ്പാട്ട് ഗ്രൂപ്പ് വഴി നടന്ന പണമിടപാടുകളിൽ സതീശൻ നേരിട്ട് പണം കൈപ്പറ്റിയിട്ടില്ല എന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നുമുള്ള സതീശന്റെ വാദം ശരിവയ്ക്കുന്നതാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ഇതോടെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ സതീശനെതിരെ ഈ കേസ് രാഷ്ട്രീയ ആയുധമാക്കാൻ ഇറങ്ങിയ പിണറായി വിജയനും LDF-നും വലിയ നയതന്ത്ര പരാജയമാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഇതിൽ CPM-ൽ അതൃപ്തിയുമുണ്ട്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ അതൃപ്തി അറിയിച്ചുവെന്നാണ് സൂചന. വി.ഡി. സതീശനെ ലക്ഷ്യമിട്ട് നടത്തിയ CBI നീക്കം പരാജയമായതോടെ പിണറായി സർക്കാരിന്റെ യഥാർത്ഥ മുഖമാണ് പുറത്തു വന്നത്. വിമർശനത്തെ ഭയക്കുന്ന, ചോദ്യം ചെയ്യലിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടം. ഭരണത്തിന്റെ 10 വർഷങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത മാറ്റങ്ങൾ നടപ്പാക്കാൻ കഴിയാതിരുന്ന സർക്കാർ ഇപ്പോൾ അധികാരം നിലനിർത്താൻ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണ്. എന്നാൽ കേരളം അത്ര എളുപ്പത്തിൽ വഞ്ചിക്കപ്പെടുന്ന മണ്ണല്ല. രാഷ്ട്രീയ പക തീർക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾ CPM-നും പിണറായി സർക്കാരിനും തന്നെ തിരിച്ചടി മാറുമെന്ന് വ്യക്തമാണ്. പ്രതിപക്ഷത്തെ ദുർബലമാക്കാൻ നടത്തിയ ഓരോ നീക്കവും ജനങ്ങളുടെ മനസ്സിൽ ഭരണകൂടത്തോടുള്ള അവിശ്വാസം ശക്തിപ്പെടുത്തുകയാണ്. നിയമം രാഷ്ട്രീയ ആയുധമാകുമ്പോൾ ജനാധിപത്യം പരാജയപ്പെടും. അതാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. ഈ ഭരണശൈലിയെ ജനങ്ങൾ തിരിച്ചറിയുകയും ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ പിണറായി സർക്കാരിന്റെ ഈ അധികാര അഹങ്കാര രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കപ്പെടുക തന്നെ ചെയ്യും.